അതിപരിശുദ്ധനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ചാരുവാൻ ഒരു മാർവിടമുണ്ടെങ്കിൽ അത് അവിടുത്തെ മാർവിടമാണ്. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരു പാദപീഠമുണ്ടെങ്കിൽ അത് അവിടുത്തെ പാദപീഠമാണ്. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പാദപീഠം അണഞ്ഞിരിക്കുന്ന ഞങ്ങളോട് നീ മനസ്സറിയണം. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നേണ്ടതിനായി അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ND ഡാനിയൽ അവരുടെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം സഹായിക്കുകയും ചെയ്യുമാറാകണം. ഇന്ന് ഈ ഭവനത്തിൽ നടക്കുന്ന ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുവാൻ ദൈവാത്മാവ് സഹായിച്ചാട്ട്. എത്തിച്ചേരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും എത്രയും വേഗം എത്തിച്ചേരുവാൻ ദൈവാത്മാവ് ഇടയാക്കുമാറാകണമേ. അനുഗ്രഹീതമായ ശുശ്രൂഷ ഭവനത്തിൽ നിർവഹിച്ച് കർത്താവെ പ്രത്യാശയോടെ ഭൗമ ശരീരത്തിന് വിട പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ ചെയ്യുമാറാകണമേ. പ്രിയ നിരദാസന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മച്ചിക്കായി സ്തോത്രം. ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. അവിടുന്ന് കൊടുത്തിരിക്കുന്ന ധൈര്യത്തിനും ഉറപ്പിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം. മക്കളെ നിരകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ബന്ധുമിത്രാദികളെ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുന്ന് ധൈര്യം പകർന്ന്, കൃപ പകർന്ന്, പ്രത്യാശ പകർന്ന് കാക്കുവാനായി പ്രാർത്ഥിക്കുന്നു. നാഥ സ്തോത്രം, 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 സ്തോത്രം. നിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാമെന്നുള്ള, ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശയോടുകൂടി കർത്താവേ, ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും നിറയ്ക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കും സ്വർഗീയ പിതാവേ. പാസ്റ്റർ ND ഡാനിയൽ അവറുകൾ തന്റെ 75-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി. ആ പ്രിയപ്പെട്ടവന്റെ ദേഹവിയോഗത്തുള്ള ബന്ധത്തിലാണ് നാം ഏവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് പകൽ അനുഗ്രഹീതമായ നിലയിൽ തന്റെ ഭൗമ ശരീരം മറവ് ചെയ്യുന്ന ശുശ്രൂഷ ഇവിടെ നടക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ദൈവത്തിൽ എല്ലാവരും ആയിരിക്കണമെന്നുള്ള വസ്തുത പ്രത്യേകാൽ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. പ്രത്യാശ കൈവിടാതെ, പ്രത്യാശയാൽ നിറഞ്ഞ സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഭൗമശരീരത്തിന് ഒരു വിട പറയുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതാ ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ദൈവമക്കൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് 90-ാം സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. നമുക്ക് ആ സമയത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ ഭൂമിയും ഭൂമണ്ഡലവും നിർമ്മിച്ചതിനു മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. വിമർശനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ഇടയിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം, ഇന്നലെ കഴിഞ്ഞു പോയൊരു രാത്രി പോലെയും ഒരു യാമം പോലെയും ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. രാവിലെ മുളച്ചു വളരുന്ന പുല്ല് പോലെയാകുന്നു. രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇപ്പോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആൾക്കാരുമൊക്കെയും ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ND ഡാനിയൽ അവരുടെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്ക്, അനുഗ്രഹീതരായ ദൈവദാസന്മാർക്ക്, ബന്ധുമിത്രാദികൾക്കും
പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ച് എലവന്തിട്ട സഭയുടെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിച്ചു കൊള്ളുകയാണ്. ഒരു വേദഭാഗം ഞാൻ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം തുടങ്ങി അവസാനത്തെ അധ്യായം വരെ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേക എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ പ്രാരംഭത്തിങ്കൽ വായിച്ച് നാം കേട്ടത്. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്നാൽ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും മരിച്ചേ മതിയാവും. അത് ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, വസ്തുതയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കുക എന്നുള്ളത് ദൈവം നിയമിച്ചിരിക്കുന്ന, ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ഒരു വസ്തുതയാണ്. അവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് ഈ ഭാഗ്യവാന്മാർ എന്ന് അവരെ കുറിച്ച് പറയാനുള്ള കാര്യം? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 16 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന ദൈവത്തിന്റെ മക്കൾ രൂപാന്തരം പ്രാപിച്ചവരുമായി ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വാന മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയുവാൻ കാരണം? നാം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ, ലോകം ഉറ്റുനോക്കുന്നത് പോലെ, നാം വിശ്വസിക്കുന്ന, നാം ആശ്രയിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് എത്രയും വേഗങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. കർത്താവിന്റെ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവരാണ് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നത്. ശ്രദ്ധിക്കും, അനേകർ മരിച്ചു മൺമറഞ്ഞ് കിടക്കുമ്പോൾ എല്ലാവർക്കും ആ ഭാഗ്യ പദവിയില്ല. ക്രിസ്തുവിൽ മരിച്ചവർക്കാണ് ആ ഭാഗ്യ പദവിയുള്ളത്. സന്തോഷമുള്ളവർ, പ്രത്യാശയുള്ളവർ കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർക്ക് ആ ഭാഗ്യ പദവിയുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന ദൈവമക്കൾ രൂപാന്തരം പ്രാപിച്ച് മധ്യാകാശത്ത് നടക്കുന്ന 3 സംഭവങ്ങൾ. 1, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ. 2, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ. 3,